മറ്റുള്ള വിദ്യാർത്ഥികളെ എല്ലാ കഴിവുകളും പരിപാലിക്കുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ വിജയത്തിന്റെ പ്രധാന ക്രെഡിറ്റ് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക്. അധ്യാപകരായ ഞങ്ങളും അതിന്റെ കൂടെ അവരുടെ മനസ്സിന്റെ കൂടെ അവരുടെ ചങ്കായിട്ട് ഞങ്ങൾ നിന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് മറ്റൊരു പൊൻതൂവൽ കൂടി. പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 35 വിദ്യാർത്ഥികളെ ആദരിച്ച് വിജയോത്സവം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം കേവലം മാർക്ക് നേടാനുള്ളതല്ല, മൂല്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ളതാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മഞ്ഞളാംകുഴി MLA പറഞ്ഞു. വിജയം യാദൃശ്ചികമല്ല, കൃത്യമായ ആസൂത്രണത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമാണ്. അതിന് തെളിവായിരിക്കുകയാണ് പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ SSLC വിജയോത്സവം. അങ്ങാടിപ്പുറം പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന SSLC വിജയോത്സവം 2026 മഞ്ഞളാംകുഴി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല കൈവരിക്കുന്ന നേട്ടങ്ങൾ അഭിമാനകരമാണെന്നും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ് മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിപ്പുറത്തുള്ള സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും മറ്റുള്ള വിദ്യാർത്ഥികളെ എല്ലാ കഴിവുകളും പരിപാലിക്കുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്, വന്നവരൊക്കെ അഭിനന്ദിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടി. ഗംഭീരമായിട്ടുണ്ട്. ഈ സ്ഥാപനം നല്ല നിലയിൽ ഇനി ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 35 വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ പുരസ്കാരം നൽകിയത്. സ്കൂൾ വർഷാരംഭം മുതൽ വിദ്യാർത്ഥികളുടെ നിലവാരമനുസരിച്ച് പ്രത്യേക പരിശീലനവും തുടർച്ചയായ വിലയിരുത്തലും വിജയഭേരി പദ്ധതിയിലൂടെ നടപ്പാക്കിയതാണ് ഈ നേട്ടമെന്ന് വിജയഭേരി കോർഡിനേറ്റർ മനോജ് വീട്ടുവേലിക്കുന്നേൽ പറഞ്ഞു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും A+ ലക്ഷ്യമിടുന്നവർക്കുമായി പ്രത്യേക ക്ലാസുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ പിന്തുണയും വിജയത്തിന് കരുത്തായതായി അദ്ദേഹം പറഞ്ഞു. പഠനത്തോടൊപ്പം സാഹിത്യയാത്രകൾ, മികച്ച സിനിമകളുടെ പ്രദർശനം, എഴുത്തുകാരുമായും വിവിധ മേഖലകളിലെ പ്രമുഖരുമായുമുള്ള സംവാദങ്ങൾ, കായിക ശാസ്ത്രമേളകളിലെ സജീവ പങ്കാളിത്തം എന്നിവയിലൂടെ കുട്ടികളുടെ സമഗ്ര വികസനത്തിനാണ് സ്കൂൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സ്കൂളിലെ വിജയത്തിന്റെ പ്രധാന ക്രെഡിറ്റ് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക്. അധ്യാപകരായ ഞങ്ങളും അതിന്റെ കൂടെ അവരുടെ മനസ്സിന്റെ കൂടെ അവരുടെ ചങ്കായിട്ട് ഞങ്ങൾ നിന്നു എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം. പ്രത്യേകിച്ച് വിജയഭേരി പ്രവർത്തനങ്ങൾ സ്കൂൾ വർഷം ആരംഭം മുതൽ തുടങ്ങും. കുട്ടികൾക്ക് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പരിശീലനമുണ്ട്. A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് അത് ഓരോ ടേം കഴിയുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും അവരുടെ പെർഫോമൻസ് വിലയിരുത്തും. അതിനുശേഷം അവർക്കുള്ള പരിശീലനങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതൊരു അവസാന ഘട്ടത്തിലേക്ക് ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും എല്ലാം ഒന്നുകൂടി തീവ്രമാവും. പിന്നെ കുട്ടികളുടെ ഹൗസ് വിസിറ്റ്, അതായത് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ വീട് എന്തായാലും ഞങ്ങൾ സന്ദർശിച്ചിരിക്കും. അപ്പൊ അങ്ങനെ രക്ഷിതാക്കളെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യണം. കുട്ടികളെ മാത്രം മോട്ടിവേറ്റ് ചെയ്താൽ പോരെ ഇപ്പോഴത്തെ കാലത്ത്. രക്ഷിതാക്കളെയും കൂടെ അതിന്റെ സപ്പോർട്ടായിട്ട് നിർത്തി ആ രീതിയിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഞങ്ങളുടെ കൂടെ കട്ടയ്ക്കുണ്ട്, കുട്ടികളുണ്ട്, പാരന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഒരു ഒറ്റ സെറ്റായിട്ട്. അപ്പൊ എനിക്ക് വിജയഭേരിയുടെ കോർഡിനേറ്ററും കൂടിയായി എനിക്ക് പറയാവുന്ന ഏറ്റവും വലിയ സംഗതി, ഏത് രാത്രിയായാലും പകലായാലും അധ്യാപകർ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. അതിനി നൈറ്റ് ക്യാമ്പ് ആവട്ടെ, ഡേ ക്യാമ്പ് ആവട്ടെ, ഹൗസ് വിസിറ്റ് ആവട്ടെ, എല്ലാ കാര്യത്തിലും അവരുണ്ട്. പ്രത്യേകിച്ച് കലോത്സവത്തിലും ശാസ്ത്രമേളയിലും കായികമേളയിലും ഒക്കെ ഞങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടികളുടെ ഒരു സമഗ്ര വികസനം, പാഠപുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് നല്ല മനുഷ്യരായിട്ട് അവരെ കൊണ്ടുവരിക, അതിനുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 1979 മുതൽ അക്കാദമികവും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് പരിയാപുരം സെന്റ് മേരീസ് എന്ന് അധ്യാപകരും പറയുന്നു. സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ കൃത്യമായ അക്കാദമിക ആസൂത്രണവും അധ്യാപകരുടെ ആത്മസമർപ്പണവും വിദ്യാർത്ഥികളുടെ വിജയത്തിന് അടിത്തറയാകുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ഇത് വിട്ട് കുട്ടികളുടെയും അധ്യാപകരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വളരെ അഭിമാനത്തോടെ തന്നെ ഞാൻ നോക്കിക്കാണുന്നു. കാരണം ഈ വിദ്യാലയം 1979 ആരംഭിച്ചത് മുതൽ ഓരോ വർഷവും ബഹുദൂരം റിസൾട്ടിന്റെ കാര്യത്തിനായാലും പാഠ്യേതര രംഗത്തും ബഹുദൂരം മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടേത്. ഇത് വളരെ അഭിമാനത്തോടെ തന്നെയാണ് ഞാനിത് കാണുന്നത്.
അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയും പഠനത്തിനൊപ്പം കായിക കലാപ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന സ്കൂൾ അന്തരീക്ഷവുമാണ് വിജയത്തിന് കാരണമായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂള് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്നിട്ടുണ്ട്. A+ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്, വിജയബേരി ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഏതിനും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ വിളിക്കാം, അവർ ഞങ്ങളോട് ഞാനതൊക്കെ തീർത്തു തരും. ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ഒരുപോലെ തന്നെ നിന്നിട്ടുണ്ട്. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. മനോജ് സാറൊക്കെ എല്ലാത്തിനും A+ ക്യാമ്പ് നടത്താനും സാറ് ഫുൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്നു. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര, ഗ്രാമപഞ്ചായത്ത് അംഗം ഏലിയാമ്മ തോമസ്, PTA പ്രസിഡന്റ് സാജു ജോർജ്, പ്രധാനാധ്യാപിക G. ലിറ്റി തെരേസ്, വിജയഭേരി കോർഡിനേറ്റർ മനോജ് വീട്ടുവേലിക്കുന്നേൽ, സ്കൂൾ ലീഡർ KT ജന്ന നൌറിൻ തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. വെഡിംഗ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.